വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് നമ്മൾ സ്വീറ്റ് കോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വടൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സ്വീറ്റ് കോൺ വട. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. വടക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 10 പച്ചമുളക്, പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതി എടുത്താൽ മതി. ഒരു ഉള്ളിൻ്റെ പകുതി, പിന്നെ 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് മല്ലിയില, 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്, പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ വേണ്ടത് സ്വീറ്റ് കോണ്, ഒരു ഫുള്ളായിട്ടുള്ള സ്വീറ്റ് കോണാണ് എടുത്തിട്ടുള്ളത്. കോൺ കേണൽസ് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് 2-3 പൾസിലിട്ടതിന് ശേഷം കുറച്ച് കോണ് മാറ്റി വെക്കണം. കാരണം നമുക്ക് ഫുള്ളത് ക്രഷായി പോകാണ്ട് കുറച്ച് അതിൻ്റെ പീസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ആ മിക്സിയിൽ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി, ക്യുമിൻ സീഡ്, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കണം. പകുതി ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് കറിവേപ്പില ചെറുതായി മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരി, 1/4 കപ്പ് അരിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുന്നില്ലെങ്കിൽ അരി തന്നെ കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. കോൺ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ജ്യൂസി ആയിട്ട് ഉണ്ടാകാൻ, കോണിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റായി കിട്ടാനും നല്ല ക്രിസ്പിയായി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടിയും കോൺഫ്ലവറിലും ചേർക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് എത്ര നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൽ ലൂസായിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പരിപ്പ് വടയെല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ, പിന്നെ ചെറിയ ബോൾസാക്കി എടുത്ത് കൈൻ്റെ ഉള്ളിൽ വെച്ച് പരത്തിയിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിടുമ്പോൾ നല്ല ചൂട് വേണം, പിന്നെ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഞാൻ ചെയ്തെടുക്കുന്നത് എണ്ണയിൽ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പക്വടയിലും ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു രീതിയിലാണ് കുറച്ചുകൂടിയും ക്രിസ്പി ആയിട്ട് കിട്ടുന്നതെന്നാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ പരിപ്പ് വടൻ്റെ മോഡലിൽ അങ്ങനെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റുള്ള ഒരു വടയാണ്. നമ്മൾ സ്വീറ്റ് കോൺ വെച്ചിട്ട് അധികം ആരും അങ്ങനെ വട ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി സ്വീറ്റ് കോൺ കിട്ടിയാൽ എന്തായാലും വട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ അലാമി കിച്ചൺ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.